ഹലോ ഗൈസ്, ഒരുമിച്ച് മുന്നേറാം സബ് ഫോർ സബ്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അഥവാ നടന്നാൽ തന്നെ ഇതുകൊണ്ട് വല്ല യൂസസ് ഉണ്ടോ? ഇപ്പോഴും ഒരു യൂട്യൂബ് വീഡിയോസിന്റെ അടിയിൽ പോയി ഒരുമിച്ച് മുന്നേറാം കമന്റ് ഇടുന്നവരാണോ നിങ്ങൾ? കമന്റ് ഇടുന്നവരോട് ഒരൊറ്റ ചോദ്യം: നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതല്ലാതെ അതിൽ നിന്നുണ്ട് എന്തെങ്കിലും യൂസസ് ഉണ്ടോ? അതായത് നിങ്ങൾക്ക് വാച്ചിങ് അവേഴ്സ് കയറുന്നുണ്ടോ, വ്യൂസ് കൂടുന്നുണ്ടോ? ഇത് രണ്ടുമില്ലെങ്കിൽ പിന്നെ ഈ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് എന്തെങ്കിലും യൂസസ് ഉണ്ടോ? ലിസൺ ഗൈസ്, നമുക്ക് ആക്ച്വലി ഓർഗാനിക് ആയിട്ടാണ് സബ്സ്ക്രൈബേഴ്സിനെ ആവശ്യം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചാനലിന് സബ്സ്ക്രൈബേഴ്സ് മാത്രം പോരാ ഗൈസ്, കൂടി വേണം. അതായത് വാച്ച് അവേഴ്സ് കൂടി വേണം. ഈ പറഞ്ഞ വാച്ച് അവേഴ്സ് എങ്ങനെ കൂട്ടും? സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കാം? ഇതൊക്കെയാണോ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം? ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആയിട്ട് കുറച്ച് ട്രിക്സും ടിപ്സും യൂസ് ചെയ്താൽ നിങ്ങൾക്കും തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടിക്കോളും. അപ്പോൾ നമുക്ക് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? കം ഓൺ ഗൈസ്. നമ്പർ 1, ക്രിയേറ്റ് കോണ്ടന്റ് മലയാളം വ്യൂവേഴ്സ് ആക്ച്വലി വാണ്ട്. അതായത് നിങ്ങളൊരു മലയാളം കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ള മേഖലയിൽ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കുക്കിംഗ് വ്ളോഗ്സ്, ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ കൂടിയിട്ട് നിങ്ങളുടെ തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 2, യൂസ് മലയാളം ടൈറ്റിൽസ്, ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് കീവേഡ്സ്. അതായത് നമ്മളുടെ ടൈറ്റിൽ എന്തെങ്കിലും മലയാളം വേർഡ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ടൈറ്റിലും ഡിസ്ക്രിപ്ഷനായിട്ടും പിന്നെ നമ്മളുടെ കമ്പനിയിൽ കൂടെ മലയാളം വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ മലയാളി പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നതാണ്. ടിപ്പ് നമ്പർ 3, യൂസ് തംബ്നെയിൽസ് ദാറ്റ് മലയാളം ഓഡിയൻസ് ക്ലിക്ക്. ഇത് നമ്മളുടെ തംബ്നെയിൽസ് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കണം. നമുക്ക് തംബ്നെയിൽ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർസും ഒരുപാട് നമ്മുടെ ഫോണിൽ തന്നെ ആപ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട്, അതായത് ക്യാൻവ പോലെയുള്ള ആപ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ടുള്ള തംബ്നെയിൽസ് റെഡിയാക്കാവുന്നതാണ്. നമ്പർ 4, മേക്ക് യൂട്യൂബ് ഷോർട്സ് അട്രാക്റ്റീവ്ലി. അതായത് മോസ്റ്റ്ലി എല്ലാ വ്യൂവേഴ്സും നമ്മളുടെ ഷോർട്സ് കണ്ടിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഷോർട്സ് കുറച്ചുകൂടെ അട്രാക്റ്റീവായ മോഡിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് കേട്ടോ. ടിപ്പ് നമ്പർ 5, ബി കൺസിസ്റ്റൻറ്റ് വിത്ത് യുവർ അപ്ലോഡിങ്സ്. അതായത് നമ്മളുടെ ഷോർട്സ് ആയാലും വീഡിയോസ് ആയാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ 1 മന്ത് കഴിഞ്ഞ് അതല്ലെങ്കിൽ 1 വീക്ക് കഴിഞ്ഞ് ഒരു വീഡിയോ ഇടുക. അങ്ങനെ കൺസിസ്റ്റൻ്റ് അല്ലാതെ വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മളുടെ യൂട്യൂബ് അൽഗോരിതത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതായത് നമ്മൾ വീക്ക്ലി ട്വൈസ് ഇടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ട്വൈസ് ആ ഡേയിൽ തന്നെ ഇടാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 7, ആസ്ക് ഫോർ സബ്സ്ക്രൈബ് ദ റൈറ്റ് വേ. ഇത് നമ്മളിപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടൻസും അവർക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കണ്ടൻസും എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും ഒക്കെ ആവശ്യപ്പെടാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും കമൻറ്റ്സ് ഇടാനായിട്ടും എല്ലാം ആവശ്യപ്പെടാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഇഷ്യൂ ഉണ്ട് ഗൈസ്. അതായത് നമ്മൾ അവരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ അവർ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ എൻ്റെ വീഡിയോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? ടിപ്പ് നമ്പർ 8, study about successful YouTubers, how they title, how they edits their YouTube videos. അതായത് അവരുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനും അവരുടെ ടൈറ്റിൽ എങ്ങനെയാണ്, അവരുടെ തംബ്നെയിൽസ് എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് ഒന്ന് സ്റ്റഡി ചെയ്ത് വെക്കുക. എന്നിട്ട് അത് വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മളുടെ വീഡിയോസിലും അപ്ലൈ ചെയ്ത് നോക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ കണ്ടന്റിനെ കുറിച്ച് നമുക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളൊരു യൂട്യൂബറുടെ ചാനൽ നോക്കിയിട്ട് അതിൽ അവരെങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് തംബ്നെയിൽ കൊടുത്തിരിക്കുന്നത്, അതുപോലെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എക്സാക്ട് കോപ്പി ഉണ്ടാക്കാനല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്കും നമ്മളുടെ രീതിയിൽ, നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിൽ കുറച്ചുകൂടി വെറൈറ്റീസ് നോക്കി നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇതൊക്കെയാണ് നമ്മളുടെ ടിപ്സ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ വ്യൂസ് കൂടുന്നുണ്ടോ, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ എന്നെല്ലാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതേപോലുള്ള യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.